മൂന്നാറിൽ വൻ ഗതാഗതക്കുരുക്ക്. വാഹനങ്ങൾ മണിക്കൂറുകളായി കുടുങ്ങിക്കിടക്കുകയാണ്. ഗതാഗത തടസ്സം പരിഹരിക്കാൻ പോലീസിന്റെ ശ്രമം തുടരുകയാണ്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് ഈ ഗതാഗതക്കുരുക്കിന് കാരണം? ഈ വിനോദസഞ്ചാരികളുടെ തിരക്ക് അനിയന്ത്രിതമായതാണ് ഈ തിരക്കിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു, ഇന്ന് ശനി, നാളെ ഞായർ, 3 ദിവസം അടുപ്പിച്ച് അവധിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ തോർന്നു നിൽക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ മൂന്നാറിലേക്ക് എത്തിയത്. മൂന്നാറിലേക്ക് മാത്രമല്ല, ഇടുക്കിയിലേക്ക് പല ഭാഗത്തേക്കും വിനോദസഞ്ചാര മേഖല ഒന്ന് ഉണർന്ന് വരികയാണ്. അതിന്റെ ഒരു തിരക്കാണ്. കുറെ നാളുകൾ ഈ മഴ കാരണം ആളുകൾ എത്താതിരുന്നു. അതിന്റെ ഒരു ചെറിയ ആലസ്യം മൂന്നാറിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ആളുകൾ കൂട്ടത്തോടെ ഒരുമിച്ച് ഇന്ന് വരികയായിരുന്നു. അതിന്റെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നത് പള്ളിവാസൽ മുതൽ മൂന്നാർ ടൗൺ വരെയുള്ള ഭാഗത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, മാട്ടുപ്പെട്ട് റോഡിലും അതുപോലെ തന്നെ വട്ടവട റോഡിലും ഒക്കെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. രാവിലെ 9 മണിക്ക് മൂന്നാറിലെത്തേണ്ട KSRTC ബസ് ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല. പള്ളിവാസലിൽ നിന്ന് മൂന്നാറിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തിരക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകൾ ഭക്ഷണം കഴിക്കാതെ, അതുപോലെ തന്നെ ഈ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്നു. മാത്രമല്ല, ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ വാഹനങ്ങളിലൊക്കെ കുടുങ്ങിയിരിക്കുകയാണ്. എത്രയും വേഗം ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള ഒരു ശ്രമം മൂന്നാർ പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ അത് അത്ര കാര്യക്ഷമം, അത്ര എളുപ്പത്തിൽ നടക്കും എന്ന് തോന്നുന്നില്ല. കാരണം മൂന്നാർ ടൗണിലേക്ക് എത്തുമ്പോൾ തന്നെ അത് വലിയ ഗതാഗതക്കുരുക്ക് അത് നിയന്ത്രിക്കണമെങ്കിൽ വലിയ പെടാപ്പാട് വിടേണ്ടി വരും. അത് സാധിക്കുന്നില്ല. എന്നിരുന്നാലും ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ട് ആ മേഖലയിലുള്ളവർ അനുഭവിക്കുന്നുണ്ട്. ഇനിയാണെങ്കിൽ മൂന്നാറിൽ നിന്ന്, അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് വരുന്ന ആളുകൾ, അതുപോലെ തന്നെ ആലച്ചാലിൽ നിന്ന് മൂന്നാറിലേക്ക് വരുന്ന ആളുകൾ ഒരു ഇടവേള എടുത്തതിന് ശേഷം മൂന്നാറിലേക്കുള്ള യാത്ര തുടരുകയാണ് എങ്കിൽ നിലവിലത്തെ ഗതാഗതക്കുരുക്കൊരു പരിധി വരെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് തന്നെ. അതാണ്, കഴിഞ്ഞ ദിവസമൊക്കെ അവധിയാണ്. അപ്പോൾ സഞ്ചാരികൾ, വിനോദസഞ്ചാരികളൊക്കെ അങ്ങോട്ടേക്ക് കൂട്ടമായി എത്തുന്നു. അതുകൂടി ഒരു കാരണമാകാം. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്.